കണിച്ചുകുളങ്ങര ശ്രീനാരായണ ഗുരു ഇൻഡോർ സ്റ്റേഡിയം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 5 കോടി രൂപ ചെലവഴിച്ചാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കണിച്ചുകുളങ്ങര ദേവസ്വം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ശ്രീനാരായണ ഗുരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. പി ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് വൻ മുന്നേറ്റമാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയതെന്നും ആലപ്പുഴ മണ്ഡലത്തിൽ മാത്രം സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനായി 148 കോടി രൂപയോളം സർക്കാർ ചെലവഴിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. 2.25 കോടി രൂപ അനുവദിച്ചത്. ഇതെല്ലാം കൂടാതെയാണ് ഈ സ്റ്റേഡിയത്തിന് നമ്മുടെ MLA 2 കോടി, ഈ ഇൻഡോർ സ്റ്റേഡിയം അതും നമ്മളെല്ലാം മനസ്സിൽ പ്രാർത്ഥിച്ച് ഈ രാജ്യത്തിൻ്റെ നവോത്ഥാനത്തിന് ഏറെ പ്രയത്നം നടത്തിയ ആ മഹത്തായ ഗുരുദേവൻ, നമ്മളെല്ലാം ദൈവമായി ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന ആ ഗുരുദേവൻ്റെ നാമത്തിൽ ഒന്നാന്തരം ആടിത്തരം ഇൻഡോർ സ്റ്റേഡിയം. പക്ഷെ പലരും ആ ഗുരുദേവൻ്റെ ആ ചിത്രം ഇങ്ങനെ ആലേഖനം ചെയ്ത് കണ്ടതോട് അന്തം വിട്ടുപോയി. ഇത്ര ഹൈറ്റിലും ഇങ്ങനെ ഭംഗിയായും ഗുരുദേവൻ്റെ ഒരു ചിത്രം ഈ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുമെന്നും സാധിക്കും എന്ന് ആരും വിശ്വസിച്ചില്ല. അകത്തൊരു ഫോട്ടോ വെച്ചേക്കും എന്നാണ് ധരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളെ എല്ലാ ചിന്തകൾക്കപ്പുറം നമ്മുടെ MLA ഒരു ഭാവനയാണ്. അദ്ദേഹം ഗുരുവിനെ മുമ്പിൽ വെച്ച് വരുമ്പോഴേ കാണാൻ തക്കുന്നതിൽ ആ പേരിന് അന്വർത്ഥമായി ആ ഗുരുദേവൻ്റെ ചിത്രം ആലേഖനം ചെയ്ത് നിർമ്മിച്ച ഇന്ന് നമ്മളിലേക്ക് സമർപ്പിച്ച ആ ഇൻഡോർ സ്റ്റേഡിയം ഈ പ്രദേശത്ത് ഒരുപാട് കാണുന്നു. ഈ പ്രദേശത്ത് മാത്രമല്ല, ഈ ജില്ലയിലുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്ക് കായിക രംഗത്തും കലാരംഗത്തും എല്ലാം പ്രവർത്തിക്കുവാനുള്ള അവസരം കൊടുക്കേണ്ടതാണ്. അതുകൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്പോർട്സ് കേരള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്പോർട്സ് ഡയറക്ടർ വിഷ്ണുരാജ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ S. രാധാകൃഷ്ണൻ, മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ സുനിൽ, സ്കൂൾ മാനേജർ പ്രസന്നകുമാർ, ദേവസ്വം കമ്മിറ്റി അംഗം സ്വാമിനാഥൻ ചള്ളിയിൽ, ദേവസ്വം സെക്രട്ടറി ധനേശൻ പൊഴിക്കൽ എന്നിവർ പങ്കെടുത്തു. PB ഇൻഡോർ മൾട്ടിപർപ്പസ് കോർട്ട്, ഓഫീസ് കെട്ടിടം, കോൺഫറൻസ് ഹാൾ, ഫിറ്റ്നസ് സെന്റർ, 3 നിലകളിലുമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായുള്ള പ്രത്യേക ടോയ്ലറ്റ്, ചേഞ്ച് റൂം സംവിധാനം, ഇലക്ട്രിഫിക്കേഷൻ എന്നീ സൗകര്യങ്ങളാണ് സ്റ്റേഡിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച 5 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ സ്റ്റേഡിയത്തിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം എത്രയും വേഗതയിൽ തുടങ്ങണം എന്ന്, അതെന്താണ് ഇങ്ങനെ കിടക്കുന്നത് എന്നോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ജനറൽ സെക്രട്ടറി അല്ല, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായിട്ടുള്ള ചേച്ചിയാണ്. എന്നോട് ഇടക്കിടക്ക് കാണുമ്പോൾ ചോദിക്കും, എന്താണ് ഈ സ്റ്റേഡിയം ഒന്നും ചെയ്യാതെ കിടക്കുന്നത്. അങ്ങനെയാണ് ഒരു കരാറുകാരനെ നിർബന്ധിപ്പിച്ച് ഇവിടെ വായിച്ചു 4 കോടി 76 ലക്ഷം രൂപയായിരുന്നു എസ്റ്റിമേറ്റ് റേറ്റെങ്കിലും അയാളെ കൊണ്ട് ബിലോയിൽ ആ വർക്ക് എടുപ്പിച്ചിട്ടാണ് 4 കോടി 29 ലക്ഷത്തിന് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നമുക്ക് നടത്താൻ കഴിയുന്നത്.